ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കുഞ്ഞാവയുടെ സ്പെഷ്യൽ ഡേ ആണ്. അവളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ കുഞ്ഞാവേനെ നമ്മൾ രാവിലെ ഒരു 6 മണിയാകുമ്പോഴെന്നെ വിളിച്ചിട്ട് നമ്മൾ 7 മണിയുടെ കുർബാനയ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. കുഞ്ഞാവേനെ വിളിച്ചിട്ട് ആദ്യം ഞാൻ എണീപ്പിച്ചെടുത്ത് പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരപ്പിച്ച് സെറ്റാക്കിയത്. ആൾ വീണ്ടും കിടന്നുറങ്ങിയിട്ട് വീണ്ടും എണീപ്പിച്ചു. അങ്ങനെ നമ്മൾ പപ്പയും പിന്നെ ഞാനും മമ്മിയും കുഞ്ഞാവയും അവളുടെ അനിയൻ അപ്പൂസ് എന്ന് വിളിക്കുന്ന ചക്കരൻ, ഞങ്ങൾ 4 പേരും കൂടി പള്ളിയിലേക്ക് പോവാണ്. പിന്നെ അവളുടെ മൂത്ത 2 ചേച്ചിമാരുണ്ട്. അവരോട് 2 പേരോട് നമ്മൾ സ്കൂളിലേക്ക് പോകാൻ റെഡി ആവാൻ പറഞ്ഞിട്ടാണ് പോന്നിരിക്കണേ. കുഞ്ഞാവ പിന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പോകണം, അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ട. അങ്ങനെ നമ്മൾ പോയി പള്ളിയിലെത്തി. കുർബാനയൊക്കെ കഴിഞ്ഞു. കുഞ്ഞാവയുടെ പ്രാർത്ഥനകളും പിന്നെ നമ്മളൊരു സ്തോത്രഗീതമൊക്കെ ചൊല്ലി അവിടെ നിന്ന് പോന്നു. തിരിച്ചു പോരുകയാണ്. അപ്പൂസിന് ഉറക്കം വരുന്നുണ്ട്. അപ്പൂസ് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കണില്ല. ആൾ നിന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് ഒരു 5 മിനിറ്റ് നമ്മുടെ വീട്ടിലേക്കുള്ള വേലൂര് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, ഫോറൈൻ ചർച്ചാണ് നമ്മുടെ പള്ളി. അവിടെ നിന്ന് ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ട്. പള്ളിയുടെ ഏറ്റവും അറ്റത്തുള്ളൊരു യൂണിറ്റാണ് നമ്മുടെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ചേച്ചിമാർ 2 പേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞാവയ്ക്ക് ഭക്ഷണം കഴിച്ച് ഞാൻ ഓൾറെഡി ഫ്രൈഡ് റൈസൊക്കെ സെറ്റ് ചെയ്ത് വീട്ടിൽ പോയിണ്ടായിരുന്നു പള്ളിയിലേക്ക്, എഗ്ഗ് ഫ്രൈഡ് റൈസ്. പിന്നെ അവർ സ്കൂളിൽ പോകാൻ വേഗം തന്നെ റെഡിയായി. കുഞ്ഞാവയ്ക്ക് ഡ്രസ്സ് മാറേണ്ട ആവശ്യമില്ല. ഇതിൽ രണ്ടാമത്തെ ആൾ മാത്രം നോർമൽ യൂണിഫോം ഉള്ളൂ, പൊന്നൂസ് മാത്രം. പിന്നെ മൂത്താൾ വാവയ്ക്ക് അവിടെ ഒരു ഫംഗ്ഷനുള്ള കാരണം അവൾ ഈ ക്യാബിനറ്റിലുള്ള കാരണം അതിൻ്റെ യൂണിഫോമാണ് അവൾ ഇട്ടാണ്. കുഞ്ഞാവയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ആയ കാരണം കളർ ഡ്രസ്സും. പിന്നെ പപ്പ അവിടെ തന്നെ വർക്ക് ചെയ്യണേ. അപ്പോൾ പപ്പയുടെ കൂടെയാണ് ഇവർ 3 പേരും സ്കൂളിൽ പോവുക. അങ്ങനെ സെറ്റായി സ്കൂളിൽ പോയി. സ്കൂളിൽ പോണതാണത്. പിന്നെ തിരിച്ച് വന്നിട്ട് നമ്മൾ വൈകിട്ടാണ് കേക്ക് കട്ടിങ്ങിൻ്റെ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. കേക്ക് കട്ടിങ്ങിന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ 2 ചേട്ടന്മാരുടെ വീടുണ്ട്. തറവാട്ടിലും ഇപ്പുറത്ത് 2 ചേട്ടന്മാരുണ്ട്. അവരെയും കൂടി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് മമ്മി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ആരും ചെറിയൊരു ഫംഗ്ഷൻ കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുഞ്ഞാവ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുഞ്ഞാവയുടെ കേക്കിൻ്റെ കളറ് തീമൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള എയ്മീസ് കേക്ക്സ് എന്ന് പറഞ്ഞ കേക്കിലാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. തലേദിവസം പറഞ്ഞ കാരണം അവരുടെ കയ്യിൽ സ്റ്റോക്കുള്ള ഒരു ഐറ്റമാണ് തന്നത്. നമ്മൾ കുഞ്ഞാവയുടെ ഓൾറെഡി ഞങ്ങളെടുത്ത ഡ്രസ്സ് ഒരു ഗ്രീൻ കളറായിരുന്നു. കേക്ക് വന്നപ്പോൾ അതിന് ബ്ലൂ കളറാണ്. അപ്പോൾ മമ്മി അവൾക്ക് ഓൾറെഡി ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മമ്മി അവൾ വന്നിട്ട് കാണിച്ചപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കളറും കേക്കിൻ്റെ കളറും കറക്റ്റ് സെയിം ആയിട്ട് വന്നു. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് തുടങ്ങണം. പ്രയറൊക്കെ ചൊല്ലി ഒരു 4 എഴുതിയ ഒരു സ്റ്റിക്ക് ഓൾറെഡി അവർ വെച്ചായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഒരെണ്ണം മേടിച്ചിരുന്നു. അവരെന്താണെന്ന് നമുക്ക് അറിയാത്ത കാരണം മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ടായില്ല. അത് ഊതി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ധൃതി പിടിച്ച് നിൽക്കുകയാണ് കുഞ്ഞാവ കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മൾ പാട്ടൊക്കെ വെച്ച് കുഞ്ഞാവയ്ക്ക് സന്തോഷമായി. കേക്കൊക്കെ ആൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുറിച്ചു. നമ്മൾ ചെന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. Happy birthday to you. Happy birthday, happy birthday, happy birthday to you.
കുഞ്ഞാവ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അമ്മാമ്മമാർക്ക്, വല്യപ്പൻ, വല്യമ്മമാർ, ചേട്ടന്മാർ, ചേച്ചിമാർ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. നമ്മൾ ലോങ് വീഡിയോ ആവണ കാരണം നമ്മളത് കുറച്ച് ഷോർട്ട് ചെയ്തിട്ടത്. പിന്നെ കുഞ്ഞാവയ്ക്ക് ഗിഫ്റ്റുകളൊക്കെ കിട്ടി. ഗിഫ്റ്റുകൾ ക്രയോൺ, കളറിങ് ക്രയോൺസിൻ്റെ ബോക്സ്, പിന്നെ ക്രയോൺസിൻ്റെ തന്നെ വേറൊരു ബോക്സ്, പിന്നെ ഡ്രസ്സ്, അത് ഫുൾ ഇതിലില്ല. പിന്നെ ഹെയർ ബാൻഡൊക്കെയാണ് കുഞ്ഞാവയ്ക്ക് ചേച്ചിമാരൊക്കെ ഗിഫ്റ്റ് കൊടുത്തത്. കുഞ്ഞാവയ്ക്ക് ഭയങ്കര സന്തോഷമായി. കുഞ്ഞാവ ഗിഫ്റ്റ് പൊളിക്കാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. കുഞ്ഞാവ അതൊക്കെ വായ വെച്ച് പല്ലുകൊണ്ടൊക്കെ തുറക്കാൻ നോക്കണുണ്ട്. പിന്നെ പപ്പ എല്ലാവർക്കും കേക്കൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞാവയുടെ ബർത്ത്ഡേ കഴിഞ്ഞു. കുഞ്ഞാവ കുറച്ച് നാളായി ചേച്ചിമാരുടെയൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആൾ പറയാറുണ്ട്, എൻ്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന മമ്മി. ഇന്ന് സ്കൂളിലേക്ക് ആൾ ചോക്ലേറ്റൊക്കെ കൊണ്ടുപോയിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. അതൊക്കെ പോയി ആൾ. അങ്ങനെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോയി എനിക്ക് പറ്റാതെ 2 ദിവസം മുന്നേ പല്ലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പല്ലുവേദനയൊക്കെ മാറി, അതൊക്കെ ഡോക്ടറെ കാണിച്ച് സെറ്റായി. അങ്ങനെ ആൾ സ്കൂളിലേക്ക് പോയത്. അതൊക്കെ തുറന്ന് നോക്കണം. അപ്പം വലിയ ബോക്സ് ആൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കണം. ഈ ക്രയോൺസിൻ്റെ ചെറിയ ബോക്സാണ് ആൾക്ക് സാധാരണ കൊടുക്കാറ്. ഈ വലിയ ബോക്സ് കണ്ട സന്തോഷത്തിലാണ് ആൾ. അപ്പോൾ പൊന്നൂസിന് വലുത് വേണമെന്ന് പറഞ്ഞ് ചെറിയൊരു അടി കൂടുണ്ട് അവിടെ. അപ്പോൾ വലുത് കുഞ്ഞാവ പറഞ്ഞ് കുഞ്ഞാവയ്ക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ് നിൽക്കണം. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ കുഞ്ഞാവയുടെ കുറച്ച് ചെറുപ്പത്തിലത്തെ ഫോട്ടോസും കൂടി നമ്മൾ ലാസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞാവയുടെ ഒരു കുഞ്ഞൊരു വീഡിയോയും, കുഞ്ഞാവ പറഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.